ചെറിയ കളിയൊന്നും ഇനി അവൾ കേക്കില്ല ഹർഷേ. രണ്ടും കൽപ്പിച്ചാ അവളും വന്നിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടും അവൾക്കാ. കുറച്ച് സൈനൈഡ് കിട്ടാൻ എന്താ ഒരു വഴി? സൈനൈഡ് തന്നെ. അത് കൊടുത്താലേ അവള് ചാവൂ. ആന്റിക്ക് തൂക്ക് കയറ് കിട്ടണോ? അവളെ തീർത്തിട്ട് എന്നെ തൂക്കിക്കൊന്നാലും ഒരു കുഴപ്പമില്ല. അവളുടെ മുമ്പിൽ തോറ്റുകൊണ്ട് ജീവിക്കാൻ ഈ സുശീലയ്ക്ക് പറ്റില്ല. ധൃതി വേണ്ട, സമയം വരും. ബുദ്ധി 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 കാണിക്കണം. അവളുടെ കാര്യത്തിൽ എനിക്ക് ക്ഷമ ഇത്തിരി കുറവാ ഹർഷേ. എന്നാലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പരമാവധി ക്ഷമിക്കാം. സുശീലേ, പുതിയ മരുമോൾ എന്ത് പറയുന്ന ആന്റി? എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അരുവി, പക്ഷേ ഞാൻ ഹാപ്പി അല്ല. ആന്റി ഇപ്പോഴും പഴയതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കാണോ? കാലത്തിനും സാഹചര്യത്തിനും ഒത്തു മാറിയാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ ആന്റി. എനിക്കങ്ങനെ ആരുടെ ഔദാര്യത്തിൽ ജീവിക്കണമെന്നില്ല രവി. ദീർഘായുസോടെ ജീവിക്കണമെന്നേ ഉള്ളൂ. ജീവിക്കുന്നിടത്തോളം കാലം ആരുടെയും മുമ്പിൽ തല ഉനിക്കാതെ ജീവിക്കണം. ഇതൊക്കെ അഹങ്കാരികൾ പറയുന്ന വാക്കാ. ഒരു മനുഷ്യൻ ജനിക്കുമ്പോ അവൻ എങ്ങനെ മരിക്കണമെന്നും അവന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കിടന്നു മരിക്കേണ്ടവര് കിടന്നു തന്നെ മരിക്കൂ സുശീലേ. ആ കിടപ്പിൽ ആരെങ്കിലും സഹായത്തിന് എത്തണമെങ്കിൽ നല്ല കാലത്ത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം. അല്ലാതെ തലവനിക്കാതെ ജീവിക്കണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. കുഞ്ഞമ്മ പറഞ്ഞത് സത്യം ആന്റി. ഹർഷയുടെ കാര്യം തന്നെ അതിനൊരു ഉദാഹരണമല്ലേ? പിന്നെ നാളെ ചിലപ്പോൾ സുശീല ആന്റിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാ നോക്കാൻ മരുമകളെ അനുപമയെ കാണൂ. അത് മറക്കണ്ട. മതി, നിർത്ത് ആന്റി. സോറി ആന്റി. ഓ സാരമില്ല ഹർഷേ, ഇത് രവിയുടെ വീടല്ലേ. ഇവിടെ വെച്ച് അവന് ഇഷ്ടമുള്ളത് പറയാം. പറയട്ടെ, ഞാൻ ഏതായാലും ഇറങ്ങാ ആന്റി. പിന്നെ വരാം ഹർഷേ.